ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണ് നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപതി. അദ്ദേഹത്തിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നത്. ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ ഞാൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ക്ലാസ്സിലേക്ക് പോകണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പോയിന്റ് ആണ്, പ്രസിഡന്റ് ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സ്. ഇന്ത്യയിലെ കര, വ്യോമ, അതായത് ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഇതിന്റെ എല്ലാം സർവാധിപൻ ആരാന്ന് ചോദിക്കുമ്പോൾ അത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഈസ് ദി സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സ്. ഓക്കെ, പ്രസിഡന്റ് ഈസ് ദി സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു പോയിന്റ് ആണ്, പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ വാർ. ഒരു നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രത്തില് ഒരു യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ ഫൈനൽ വേർഡ് പറയുന്നത്, ആ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന്റെ ഫൈനൽ വേർഡ് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും. സോ പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ എ വാർ ഓർ കൺക്ലൂഡ് പീസ്. ഒരു സമാധാന സന്ധി വിളിക്കുന്നത് പോലും പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ വാർ ഓർ കൺക്ലൂഡ് പീസ് on the advice of Union Council of Ministers headed by the Prime Minister. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രസിഡന്റ് തന്നെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പ്രസിഡന്റ് ഹാവ് നോ റൈറ്റ് ടു ഡിക്ലെയർ വാർ ഓഫ് ഇറ്റ്സ് ഓൺ. അയാളുടെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ വഴി ഒരിക്കലും പ്രസിഡന്റിന് യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. ഹീസ് എന്താ പറയുക, പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ വാർ ഓർ കൺക്ലൂഡ് പീസ് ഓൺ ദി അഡ്വൈസ് ഓഫ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിച്ച് ഈസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അതാണ് അതിന്റെ പ്രൊസീജിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റ് ഒഫീഷ്യൽ റെസിഡൻസ് എന്ന് വിളിക്കുന്ന പേരെന്താണ്? രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ എന്നാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഒഫീഷ്യൽ റെസിഡൻസ് എന്ന് പറയുന്ന പേര്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പോയിന്റ് ആണ്, all important treaties and contracts are made in the name of president. ഇന്ത്യ എന്ന രാഷ്ട്രത്തെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ട്രീറ്റീസും എല്ലാ കോൺട്രാക്ട്സും which are made in the name of President of India. All important treaties and contracts which are made in the name of President. Okay, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇൻഡയറക്ട്ലി ഇലക്ടഡ്. ഇൻഡയറക്ട്ലി ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ എലക്ട് ചെയ്യുന്നത്. വേറസ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ ലോക്സഭ മെമ്പേഴ്സ് ഡയറക്ട്ലി എലക്ടഡ് ബൈ ദ പീപ്പിൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രസിഡന്റിനെ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മളല്ല പ്രസിഡന്റ് എലക്ട് ചെയ്ത് അദ്ദേഹത്തിന് ആ പൊസിഷനിലേക്ക് ഇരുത്തുന്നത്. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇൻഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദി ഇലക്ടറൽ കോളേജ്. ശ്രദ്ധിച്ചു കേൾക്കണം, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ഇൻഡയറക്ട്ലി ബൈ ദ electoral college consisting of elected members of both houses of parliament. The elected members of state legislative assembly of 28 states. അതായത് 28 സ്റ്റേറ്റിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഓരോ സ്റ്റേറ്റിലെ MLA മാർ എല്ലാവരും ചേരുന്നുണ്ട്. അതേപോലെ തന്നെ the elected members of union territory of പുതുച്ചേരി, ഡൽഹി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. അതായത് ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ ഇൻഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റിലെ എല്ലാ ഇലക്ടഡ് ആയിട്ടുള്ള എല്ലാ എംപിമാരും ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ എല്ലാ തരത്തിലുള്ള എല്ലാ MLA മാരും ഇലക്ടഡ് ആയിട്ടുള്ള എല്ലാ MLA മാരും അടങ്ങുന്ന 28 സ്റ്റേറ്റ്സിലെ എല്ലാവരും എലക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലെ ഇലക്ടഡ് മെമ്പേഴ്സും പുതുച്ചേരിയിലെ ഇലക്ടഡ് മെമ്പേഴ്സും അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ടഡ് മെമ്പേഴ്സുമാണ് ഈ ഒരു ഇലക്ടറൽ പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്തൊരു പോയിന്റ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ എക്സസൈസ് ഹിസ് ഡ്യൂട്ടീസ് ഓർ എക്സസൈസ് ഹിസ് പവേഴ്സ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ത്രൂ ഹിസ് സബോർഡിനേറ്റ്സ്. അതൊന്ന് ഓർത്ത് വെക്കുക, പ്രസിഡന്റ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് മാത്രമല്ല ഓർഡർ ചെയ്യാൻ പറ്റുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടും അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് വഴിയും അദ്ദേഹത്തിന്റെ പവർ അദ്ദേഹത്തിന് എക്സസൈസ് ചെയ്യാൻ പറ്റും. ദി പ്രസിഡന്റ് ക്യാൻ exercise his powers directly or either indirectly. ഇനി who is known as the head of the state? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹു ഈസ് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്? അങ്ങനെ ചോദിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇനി പ്രസിഡന്റ് ഈസ് എലക്ടഡ് ഫോർ എ ടേം ഓഫ് 5 years. 5 കൊല്ലത്തേക്കാണ് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ്, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ. ഇനി അടുത്തത്, ഇപ്പോഴത്തെ കറന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറന്റ് ആയുള്ള പ്രസിഡന്റ് ആരാണ്?
അപ്പൊ അതാരാണ്? രാംനാഥ് കോവിന്ദ്. പക്ഷെ ഒരിക്കലും എൻട്രൻസിൽ അങ്ങനെ ചോദിക്കത്തില്ല. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. സോ 14th പ്രസിഡന്റ്. ഇന്ത്യൻ യൂണിയന്റെ 14ാമത്തെ പ്രസിഡന്റ് ആണ് ആര്? രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ് ഈസ് ദ 14th പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ. ഓക്കെ, ഇനി പ്രസിഡന്റ് ആണ് ബോത്ത് ഹൗസസിന്. അതായത് ഒരു ഡെഡ് ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഹൗസസ്, ഇപ്പൊ പാർലമെന്റിലെ 2 ഹൗസ് ഉണ്ട് നമുക്കറിയാം. ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ലോക്സഭ ഒരു കാര്യം തീരുമാനിച്ചു, പക്ഷെ അത് രാജ്യസഭ നടപ്പിലാക്കുന്നില്ല. രാജ്യസഭ ഒരു കാര്യം തീരുമാനിച്ചു, ലോക്സഭ നടപ്പിലാക്കുന്നില്ല. അങ്ങനെ ഒരു ഡെഡ് ലോക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യും? 2 പേരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടും. ഓക്കെ, ആ ഒരു ഡെഡ് ലോക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡിലേമ സോൾവ് ചെയ്യാൻ വേണ്ടി പ്രസിഡന്റ് എന്ത് ചെയ്യും? 2 ഹൗസസിനെ വിളിച്ച് ഒരുമിച്ച് ഇരുത്തി കാര്യം വിശദീകരിക്കും. അങ്ങനെ വിളിക്കുന്ന ആ ഒരു, അതായത് ഹൂ സമൻസ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ് സമൻസ് ചെയ്യുന്നത്? 2 ഹൗസസിനെ ആരാണ് സമൻസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ഡെഡ് ലോക്ക് സീരിയസ് ആയുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് സമൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സമൻസ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. അതായത് ബോത്ത് ഹൗസസ് എന്ന് പറയുമ്പോൾ ലോക്സഭ ഉണ്ടാവും, രാജ്യസഭ ഉണ്ടാവും. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ പ്രസിഡന്റ് ഒരു പവർ ആണ്. ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സായാലും രാജ്യസഭയിൽ പാസ്സായാലും അത് നിയമമാവണമെങ്കിൽ പ്രസിഡന്റ് മസ്റ്റ് സൈൻ ഹിസ് അസെന്റ്. അതായത് a bill passed by the parliament can become a law only after receiving assent of the president. നമ്മുടെ ലെജിസ്ലേച്ചർ ഒരു എന്താ പറയുക ഒരു ബില്ല് കൊണ്ടുവരും. ഈ ബില്ല് ലോക്സഭ ആദ്യം അംഗീകരിക്കും, അതിന് രാജ്യസഭ അംഗീകരിക്കുക. അത് 2 പേരും ഒപ്പിട്ടതിനു ശേഷം പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമാണ് എന്താവുള്ളൂ, അതൊരു ലോ ആവുള്ളൂ. ആ ബിൽ ബിക്കം only law when president assent his signature to it. അതാണ് ആ ഒരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. ആർട്ടിക്കിൾ 111 ആർട്ടിക്കിൾ, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 111 അനുച്ഛേദം അനുസരിച്ച് പ്രസിഡന്റ് ഹാവ് ടു സൈൻ ഇൻ എ ബിൽ ടു ബിക്കം എ ബിൽ എ ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതാണ് ആർട്ടിക്കിൾ 143. എന്താണ് ആർട്ടിക്കിൾ 143 അനുസരിച്ച് പ്രസിഡന്റ് ക്യാൻ ആസ്ക് സുപ്രീം കോർട്ട് എനി മാറ്റർ റിലേറ്റിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് സുപ്രീം കോർട്ടിനോട് എന്തെങ്കിലും ഒരു ഭരണഘടനയെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംശയം പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പ്രസിഡന്റ് ചോദിക്കാനുള്ള ഒരു അധികാരമുണ്ട്. നമ്മളത് പറയുന്നത് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്നാണ്. അക്കോർഡിംഗ് ടു 143 the president can ask any aid or advice from Supreme Court any matter relating to the constitution. ഭരണഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയ്ഡോ പ്രസിഡന്റ് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 143. അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഈസ് ഡീലിംഗ് ഇൻ ആർട്ടിക്കിൾ 143 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രസിഡന്റ് ക്യാൻ പ്രൊമൾഗേറ്റ് ഓർഡിനൻസ് ഇറക്കാനുള്ള അവകാശം പ്രസിഡന്റ് ആണ്. അതായത് നമ്മൾ എപ്പോഴും പറയും നിയമം പാസ്സാക്കാനുള്ള അധികാരം ലെജിസ്ലേച്ചറിന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ ലെജിസ്ലേച്ചറിന് പാസ്സാക്കുന്ന പോലെ തന്നെ പ്രസിഡന്റിനും ഒരു നിയമം പാസ്സാക്കാനുള്ള അവകാശമുണ്ട്. ആ പ്രസിഡന്റ് പാസ്സാക്കിയ നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡിനൻസ്. ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ ഗവർണറോ പ്രസിഡന്റോ പാസ്സാക്കുന്ന ഒരു നിയമത്തിനാണ് നമ്മൾ ഓർഡിനൻസ് വിളിക്കുന്നത്. ഈ ഓർഡിനൻസ് പ്രസിഡന്റ് ക്യാൻ പ്രൊമൾഗേറ്റ് ഓർഡിനൻസ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 123 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്രൊമൾഗേറ്റ് ഓർഡിനൻസ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 123. ഇനി ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? ഓർഡിനൻസ് റിമൈൻ വാലിഡ് ഫോർ നോ മോർ ദാൻ 6 weeks from the date of parliament is convened unless approved by earlier. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഓർഡിനൻസ് ഉണ്ടാവും. ഓർഡിനൻസ് ഇറക്കുന്നത് എപ്പോഴായിരിക്കും? പാർലമെന്റ് ഡ്യൂറിംഗ് ദ റെസസ് ഓഫ് പാർലമെന്റ്. അതായത് പാർലമെന്റിലെ സഭകൾ ചേരാത്ത സമയത്തായിരിക്കും പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? ഓർഡിനൻസ് പ്രഖ്യാപിക്കുന്നത്. ഈ ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 6 weeks. അതായത് പുതിയ പാർലമെന്റിലെ എംപിമാര് കയറിയതിനു ശേഷം 6 week വരെ മാത്രമായിരിക്കും എന്ത് ഓർഡിനൻസിന് കാലാവധി ഉണ്ടാവത്തുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ അത് നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ആ പാർലമെന്റിലുള്ള ആൾക്കാർ എംപിമാര് ആ നിയമം അംഗീകരിച്ച് അത് പാസ്സാക്കണം. എന്നാൽ മാത്രമാണ് ആ ഓർഡിനൻസിന്റെ കാലാവധി ഉള്ളൂ. അല്ലെങ്കിൽ ഓൺലി ഫോർ മിയർ 6 weeks മാത്രമായിരിക്കും ഓർഡിനൻസിന്റെ കാലാവധി ഉള്ളൂ. ഒരു ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രസിഡന്റ് എപ്പോഴാണ് ഓർഡിനൻസ് ഇറക്കുന്നത് ഇരിക്കുമ്പോൾ ഡ്യൂറിംഗ് ദ റെസസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് മാത്രമായിരിക്കും എന്ത് പ്രസിഡന്റ് നിയമം ഇറക്കുന്നത് അല്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കുന്നത്. പ്രസിഡന്റ് ഓർഡിനൻസ് ഇറക്കാനുള്ള അവകാശം പറയുന്നത് അനുച്ഛേദം 123. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 53. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 53, ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഈസ് വെസ്റ്റഡ് വിത്ത് പ്രസിഡന്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ എക്സിക്യൂട്ടീവ് പവറും വെസ്റ്റ് ചെയ്യുന്ന പ്രസിഡന്റിനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 53 ആണ്. ആസ് പെർ ആർട്ടിക്കിൾ 53, ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി കൺട്രി ഓർ യൂണിയൻ ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രസിഡന്റ് and he is exercise his powers either directly or indirectly through his subordinates. അത് എങ്ങനെയാണെങ്കിലും അത് പ്രസിഡന്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. ആകെ ഓർത്ത് വെക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 53 പ്രകാരം 53 പ്രകാരം നമുക്ക് പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് പവർ എക്സസൈസ് ചെയ്യുന്ന ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 53 പ്രകാരം ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി കൺട്രി ഈസ് വെസ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ഈ എക്സസൈസ്ഡ് ബൈ ദ പ്രസിഡന്റ് either directly or indirectly by the according to the constitution. ഇനി പ്രസിഡന്റ് ആണ്. ആരൊക്കെയാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ് ചീഫ് ലീഗൽ അഡ്വൈസർ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചീഫ് ലീഗൽ അഡ്വൈസറിനെ വിളിക്കുന്ന പേര് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ്. ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ നമ്മൾ വിളിക്കുന്ന ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി എന്നാണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ ആർട്ടിക്കിൾ 76 ക്ലോസ് 1 പ്രകാരം സുപ്രീം കോടതി അക്കോർഡിംഗ് ടു 76 ക്ലോസ് 1 പ്രസിഡന്റ് ഈസ് അപ്പോയിന്റിംഗ്. ഓക്കെ, അത് കാര്യം ഓർത്ത് വയ്ക്കുക. അറ്റോർണി ജനറൽ അപ്പോയിന്റ് ചെയ്യുന്നതും പ്രസിഡന്റ് ആയിരിക്കും അക്കോർഡിംഗ് ടു 76. അപ്പൊ അറ്റോർണി ജനറൽ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഈസ് ഡീലിംഗ് വിത്ത് ദി അറ്റോർണി ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 76(1) ആണ്. ദി ഇന്ത്യൻ ഗവൺമെന്റ് ചീഫ് ലീഗൽ അഡ്വൈസർ Attorney General of India is appointed by the President of India under Article 76 Clause 1 and he holds the office during the pleasure of President. അതായത് പ്രസിഡന്റ് എപ്പോൾ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എപ്പോൾ അയാളെ തിരിച്ചുവിടുന്നു അത്രയും നാളും അയാൾക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനിൽ ഇരിക്കാം എന്ന് പറയുന്നത് 76 Clause 1 അനുസരിച്ചാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഈസ് ഡീലിംഗ് വിത്ത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ 76 Clause 1. ഇനി അടുത്തൊരു പോയിന്റ്, പ്രസിഡന്റ് അപ്പോയിന്റ്സ് പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പോർട്ട്ഫോളിയോസ് അലോക്കേറ്റ് ചെയ്യുന്നതും പ്രസിഡന്റ് ആയിരിക്കും. അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ഓരോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും അവരുടേതായുള്ള പൊസിഷൻസും അവരുടേതായുള്ള പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞ വകുപ്പുകളാണ്. ഈ വകുപ്പുകൾ കൊടുക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും ഓൺ ദി അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ആ പോർട്ട്ഫോളിയോസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഇതെന്ന് വെച്ചാൽ പ്രസിഡന്റ് അപ്പോയിന്റ്സ് 12 നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ. രാജ്യസഭയിലേക്ക് 12 നോമിനേറ്റഡ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് അപ്പോയിന്റ്സ് 12 മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ from amongst the person who have special knowledge or practical experience in respect to such matters as literature, science, ആർട്ട് ഓർ സോഷ്യൽ സയൻസ്. ലിറ്ററേച്ചറോ ആർട്ടോ സയൻസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള 12 ആൾക്കാരെ എന്ത് ചെയ്യും? പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും. ഈ രാജ്യസഭയെ വിളിക്കുന്ന പേര് ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നാണ്. അത് അങ്ങനെയുള്ള ആ ഒരു സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് നോമിനേറ്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്, എത്ര നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണെന്ന് ചോദിക്കാറുണ്ട്. 12 നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു ദ രാജ്യസഭ. ഇനി ഒരു സ്റ്റേറ്റിലെ ഗവർണർ, ഒരു സ്റ്റേറ്റിലെ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? ഒരു സ്റ്റേറ്റിലെ ഗവർണറിനെ നമ്മൾ എപ്പോഴും വിളിക്കുന്ന പേര് പ്രസിഡന്റിനെ രാജാവെന്നും ഗവർണറിനെ രാജകുമാരൻ എന്നാണ് വിളിക്കുന്നത്. സോ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. അത് ഈസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. എന്താണ് പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ആളൊരു കാലാവധി ഇല്ല. ആർക്കും ഒരു കറക്റ്റ് ആളൊരു കാലാവധി ഇല്ല. പ്രസിഡന്റ് എപ്പോൾ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ എപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ടു മൂവ്. അത് അവർക്ക് മാറിയേ ഒക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഈ ഒരു കറക്റ്റ് 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം എന്നൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. പ്രസിഡന്റ് എപ്പോൾ വേണം, ഇപ്പൊ നാളെ ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നു ഗവർണറായിട്ട്, പിറ്റേ ദിവസം പ്രസിഡന്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ദേ ഹാവ് ടു റിമൂവ്. അങ്ങനെയുള്ളതാണ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും പ്രസിഡന്റ് ആണ്, ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി ആർട്ടിക്കിൾ 156 പ്രകാരം according to article 156 of Indian Constitution, the president is empowered to dismiss a governor who has violated the constitution. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവർണറിനെ റിമൂവ് ചെയ്യാനുള്ള അവകാശം പ്രസിഡന്റ് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 156 പ്രകാരമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ,
പ്രസിഡന്റ് ഈസ് അടുത്തൊരു കുറച്ച് പോയിന്റ്സ് ആണ്. പ്രസിഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് ഒരു പറയുവാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ്, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. ചീഫ് മിനിസ്റ്റർ ഓഫ് NGT, അതായത് നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഡൽഹി, ഡൽഹിയിലെ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണർ, അവരെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പേഴ്സിനെ അതേപോലെ തന്നെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. അതേപോലെ തന്നെ അംബാസിഡേഴ്സ് ആൻഡ് ഹൈ കമ്മീഷണർ ടു അതർ കൺട്രീസിലും അല്ലെങ്കിൽ ഹൈ കമ്മീഷണേഴ്സിനെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.